മെക് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ മുമ്പ് ഗ്ലാമറിന്റെ ഒരു ഫുൾ എൻജിൻ എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു യൂണിക്കോൺ ബൈക്കിന്റെ എൻജിൻ എങ്ങനെയാണ് ഫുള്ള് സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ പാർട്സുകളാണ് നിർബന്ധമായും നമ്മളതിൽ ചേഞ്ച് ചെയ്യേണ്ടത് എന്നൊക്കെ വിശദമായി നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് നമുക്കിതിന്റെ ഗിയർ ബോക്സിന്റെ ബെയറിങ്ങുകളാണ് നമുക്ക് അടിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ കൗണ്ടർ ഷാഫ്റ്റിന്റെ ബെയറിങ് അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റിന്റെ ബെയറിങ് നമുക്ക് ഊരിയെടുത്ത് പുതിയ ബെയറിങ് കയറ്റാം. അപ്പോൾ ഈ ബെയറിങ് ഇരിക്കുന്ന ഭാഗത്ത് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. 6204 എന്നുള്ള ബെയറിംഗ് ആണ് ഇവിടെ വരുന്നത്. അതിന്റെ വില എന്ന് പറയുന്നത് ഇത് ഹോണ്ടിന്റെ ഒറിജിനൽ പാർട്സ് തന്നെയാണ്. 144 രൂപയാണ് വരുന്നത്. അപ്പോൾ ബെയറിംഗ് അടിച്ചു കൊടുക്കുക ഇവിടെ. അതിനുശേഷം നമുക്ക് മെയിൻ ഷാഫ്റ്റിന്റെ ബെയറിംഗ് എടുക്കണം. ഇത് ബെയറിംഗ് പുള്ളർ ഉപയോഗിച്ചാണ് നമുക്കിത് എടുക്കണം. ബെയറിംഗ് പുള്ളറിന്റെ അഡാപ്റ്റർ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം അതിന്റെ ലോക്ക് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് പുള്ള് ചെയ്താൽ തന്നെ ബെയറിംഗ് ഊരി വരും. ഈ ഭാഗത്തും കുറച്ച് ഓയിലാക്കി കൊടുക്കുക. 6201 എന്ന ബെയറിംഗ് ആണ് അവിടെ വരുന്നത്. അതിന്റെ വില എന്ന് പറയുന്നത് 78 രൂപയാണ്. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് ബെയറിംഗ് അടിച്ചു കൊടുക്കാം. ഈ ഭാഗത്തൊരു സ്പെഷ്യൽ ബെയറിംഗ് ആണ് വരുന്നത്. അതിന്റെ വില എന്ന് പറയുന്നത് 185 രൂപയാണ്. ഇതുപോലെ ഒരു ഭാഗത്ത് സ്ലീവ് ഉണ്ടാവും, ഒരു ഭാഗത്ത് സ്ലീവ് ഉണ്ടാവില്ല. അപ്പോൾ സ്ലീവ് ഉള്ള ഭാഗം താഴോട്ടാക്കി ഇടുക. അതിനുശേഷം ഈ ബെയറിംഗ് കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ബെയറിംഗിന്റെ 2 സ്റ്റോപ്പർ ഉണ്ടാവും 10-ന്റെ. ആ 2 സ്റ്റോപ്പർ അഴിച്ചെടുക്കുക. (6203) എന്നുള്ള ബെയറിംഗ് ആണ് വരുന്നത്. അതിന്റെ വില എന്ന് പറയുന്നത് 155 രൂപയാണ്. ആ ബെയറിംഗ് കൂടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന്റെ സ്റ്റോപ്പർ ഇട്ട് പ്രോപ്പറായി ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ക്രാങ്കിന്റെ നീഡിൽ ബെയറിംഗ് ആണ്. അപ്പോൾ നീഡിൽ ബെയറിംഗ് പുറത്തോട്ട് എടുക്കുക. നീഡിൽ ബെയറിംഗിന്റെ വില എന്ന് പറയുന്നത് 657 രൂപയാണ്. ബെയറിങ്ങുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിനി ഗിയർ വീലുകൾ കറക്റ്റായി സെറ്റ് ചെയ്യണം. അതാണ് കൗണ്ടർ ഷാഫ്റ്റ്, ഇത് മെയിൻ ഷാഫ്റ്റ്. അപ്പോൾ മെയിൻ ഷാഫ്റ്റിന്റെ ഈ ഭാഗമാണ് ക്ലച്ചിന്റെ ഭാഗത്തോട്ട് പോകുന്നത്. ഈ കൗണ്ടർ ഷാഫ്റ്റിന്റെ ഈ ഭാഗമാണ് നമ്മുടെ ചെയിനിന്റെ ചെറിയ സ്പ്രോക്കറ്റ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇടണം. കാരണം നമ്മൾ ഇപ്പോൾ ഇത് രണ്ടാമത്തെ കേസാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പ്രോക്കറ്റിന്റെ ഭാഗം നമ്മൾ മുകൾ ഭാഗത്തോട്ടാക്കി ഇടണം. ഈ രീതിയിലായിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 2 വാഷർ ഉണ്ടാവും. അപ്പോൾ കൗണ്ടർ ഷാഫ്റ്റിന്റെ 2 ഭാഗത്തും 2 വാഷർ ഉണ്ടാവും. അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു ചെറിയ വാഷർ ഉണ്ടാവും. അത് കറക്റ്റായി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഗിയർ ബോക്സിന്റെ മാത്രം ഞാൻ തനിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഗിയർ വീലുകൾ അങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. 2 വീലും പ്രോപ്പറായി ഫുള്ളായിട്ട് ഇറങ്ങണം. അത് കറക്റ്റായി ചെക്ക് ചെയ്യുകയും വേണം. അതായത് ഈ 2 വീലും ഒരേ മട്ടത്തിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് കറക്റ്റായി സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അതിന്റെ ഗിയർ സെലക്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. 5 ഗിയറുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ കൗണ്ടർ ഷാഫ്റ്റിൽ 2 ഫോർക്കും മെയിൻ ഷാഫ്റ്റിൽ 1 ഫോർക്കാണ് വരുന്നത്. അപ്പോൾ ഈ കൗണ്ടർ ഷാഫ്റ്റിലെ ഫോർക്കുകൾ വെച്ച് കൊടുക്കുക. ഈ 2 ഫോർക്കും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇടുന്ന സമയത്ത് ഈ ഒരു സ്ലോപ്പായ ഭാഗം മേൽഭാഗത്തോട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. ഗിയർ ഫോർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലോട്ട് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് ഗിയർ ഡ്രമ്മിനോട് മാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഫോർക്കും കൂടെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ 2 നമ്മൾ കറക്റ്റായി ഗിയർ ഡ്രമ്മിനോട് മാച്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം അതിൻ്റെ പിന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം മെയിൻ ഷാഫ്റ്റിൻ്റെ ഗിയർ ഫോർക്ക് കറക്റ്റായി വെച്ച് കൊടുക്കുക. ഗിയർ ബോക്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ഗിയറും കറക്റ്റായി വീഴുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായി എൻജിൻ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നോക്കുന്നതെങ്കിൽ ആ ഗിയർ വീലുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമുക്ക് മുഴുവനായിട്ടും എൻജിൻ അഴിക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ന്യൂട്രാണിത്. ഇത് ഫസ്റ്റിലേക്ക് വന്നു. വീണ്ടും നമ്മൾ ന്യൂട്ര്, സെക്കൻഡ്,
തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. 5 ഗിയറും കറക്റ്റായി പെട്ടു. ജസ്റ്റ് നമുക്ക് ബാക്കോട്ടൊന്ന് തിരിച്ചു നോക്കാം. ഫിഫ്ത്ത്, ഫോർത്ത്, തേർഡ്, സെക്കൻഡ്, ന്യൂട്രൽ, ഫസ്റ്റ്. ന്യൂട്രൽ. അപ്പോൾ ന്യൂട്രലാക്കിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിനി ക്രാങ്ക് ഷാഫ്റ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ക്രാങ്കിൻ്റെ നീഡിൽ ബെയറിംഗ് നമ്മൾ അടിച്ചു കൊടുത്തു. ക്രാങ്കിൻ്റെ രണ്ടാമത്തെ സൈഡിൽ വരുന്നത് ബോൾ ബെയറിംഗ് ആണ്. അപ്പോൾ ക്രാങ്ക് നമ്മൾ പുതിയത് മാറ്റുന്നില്ല. ക്രാങ്ക് നമ്മൾ ലെയ്ത്തിൽ നിന്ന് സെറ്റ് ചെയ്താണ്. ഇതിൻ്റെ കണക്റ്റിംഗ് റോഡ്, അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡിൻ്റെ പിന്നെ നമ്മുടെ ബെയറിങ്, ഇത് മൂന്നും നമ്മൾ ചേഞ്ച് ചെയ്ത് ക്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക് നമ്മൾ പുതിയ തന്നെ മാറ്റണം എന്നൊന്നുമില്ല. കൃത്യമായ രീതിയിൽ ക്രാങ്ക് സെറ്റ് ചെയ്താൽ നമുക്ക് പുതിയതിനേക്കാളും ലൈഫ് കിട്ടും. അതിനുശേഷം ക്രാങ്ക് നമ്മൾ എൻജിൻ കേസിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബോൾ ബെയറിങ്ങിൽ മാത്രം കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. പാക്കിംഗ് പേസ്റ്റ് ഇട്ട് നമ്മൾ രണ്ടാമത്തെ കേസും കൂടെ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതുപോലെ തന്നെ പഴയ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേസ്റ്റും കൃത്യമായി നമ്മൾ വൃത്തിയാക്കിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൂടെ ഓയിൽ ലീക്ക് വരും. അപ്പോൾ അങ്ങനെ ഓയിൽ ലീക്ക് വന്നാൽ വീണ്ടും എൻജിൻ ഫുള്ളായിട്ട് പിരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. 2 കേസിന് നമ്മൾ കറക്റ്റായി പാക്കിംഗ് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ കേസ് ഇതിലോട്ട് കൂട്ടിക്കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് ഓയിലാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും. ഈ കേസ് ഇതിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഇതിൽ 2 സ്റ്റഡി പിൻ ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അവിടെ കണ്ടോ, ഇത് സ്റ്റഡി പിന്ന് അല്ലെങ്കിൽ ഡൗൾ പിന്ന് എന്നൊക്കെ പറയും. ഈ 2 പിൻ ഉണ്ടോ എന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിത് കറക്റ്റായിട്ടൊന്ന് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായി ഇരുന്നു. ഒരുപാട് എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ. നമ്മൾ ഇട്ടതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കേസിനെ ഇറക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്കിതിൻ്റെ മൗണ്ടിങ് ബോൾട്ടുകൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്തെടുക്കാം. മൗണ്ടിങ് ബോൾട്ടുകളെല്ലാം അല്ലെങ്കിൽ എൻജിൻ കേസിൻ്റെ ബോൾട്ടുകളെല്ലാം 10ൻ്റെ ബോൾട്ടാണ്. അതിൻ്റെ നീളത്തിലെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രോപ്പറായി എവിടെയാണോ സീറ്റിംഗ് ആവുന്നത് അതിനനുസരിച്ച് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ കേസ് ഹോള് വന്ന് ഓയിൽ ലീക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചെറിയ ബോൾട്ടുകളെല്ലാം അധികവും പുറത്ത് തന്നെയാണ് വരിക. അത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇവിടെ മാത്രം ഒരു ബോൾട്ട് വരുന്നുണ്ട് 10ൻ്റെ. ആ ബോൾട്ടും കൂടെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ബോൾട്ടുകളും നമ്മൾ ഫുള്ളായി ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ക്രാങ്കിൻ്റെ ലോക്ക് ഇട്ട് കൊടുക്കണം. 3 ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്രാങ്ക് കണ്ടോ, ജസ്റ്റ് നമ്മൾ ഷെയ്ക്ക് ആകുമ്പോൾ തന്നെ ഷെയ്ക്കായിക്കൊണ്ടിരിക്കും. ആ ഷെയ്ക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 3 ലോക്ക് വരുന്നത്. ഈ ലോക്കുകൾ പ്രോപ്പറായി ഇട്ടില്ലെങ്കിൽ കൂടെയും അല്ലെങ്കിൽ ഈ ലോക്കുകൾ കൃത്യമായി ടൈറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ ക്രാങ്ക് പോയ പോലെ നമുക്ക് സൗണ്ട് വരാൻ തുടങ്ങും. ഈ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. നമ്മുടെ ഞാൻ ഗ്ലാമറിൻ്റെ എൻജിൻ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം എൻജിനുകളെല്ലാം സെയിം ആണ്. ഓരോ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ ക്രാങ്കിൻ്റെ ബെയറിങ്ങിൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ കട്ടിലേക്കായിട്ടാണ് ഈ ഒരു ലോക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് 10ൻ്റെ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ലോക്ക് ഇട്ടുള്ളൂ. ഒരു ലോക്ക് ഇട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്രാങ്കിന് വലിയ ഷെയ്ക്കൊന്നുമില്ല. അപ്പോൾ 3 ബോൾട്ടും പ്രോപ്പറായി ഇട്ട് കൊടുക്കുക. ഇനി ഈ ഹോളിലായിട്ട് സെപ്പറേറ്റ് ഒരു ലോക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയൊരു സ്റ്റഡി പിന്ന് പോലത്തെ ഒരു പ്ലഞ്ചർ ഉണ്ടാവും. ആ പ്ലഞ്ചർ ഇട്ട് കൊടുക്കുക. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഇവിടെ ഒരു ടാപ്പറായിട്ട് കാണാൻ സാധിക്കും. ആ ടാപ്പർ നമ്മുടെ ഈ ക്രാങ്കിൻ്റെ ആ ഒരു ബെയറിങ്ങിൻ്റെ സൈഡിലോട്ടായിട്ടാണ് വരിക. ആ രീതിയിൽ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അത് കറക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഏത് രീതിയിലാണ് വരുന്നത് എന്ന്. കണ്ടോ, കറക്റ്റായി മട്ടത്തിന് ഇറങ്ങി. ആ ഒരു പൊസിഷനിൽ മാത്രമേ കൃത്യമായിട്ട് ഇത് ഇറങ്ങി നിൽക്കുകയുള്ളൂ. അതിനുശേഷം അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ചെറിയൊരു സ്പ്രിങ് ഉണ്ടാവും. ആ സ്പ്രിങ്ങിൻ്റെ മേലെയാണ് ഈ ഒരു ആം വരുന്നത്. അതിലൊരു 8ൻ്റെ ബോൾട്ട് വരും. ആ ബോൾട്ട് ഉപയോഗിച്ചത് ഫുള്ളായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ക്ലച്ച് മുഴുവനായിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഐഡിൽ ഗിയർ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഐഡിൽ ഗിയർ സെറ്റ് ചെയ്യുന്ന മുമ്പ് അതിലൊരു വാഷർ വരും. ആ വാഷർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു സ്പേസർ ഉണ്ടാവും, ഒരു കോളർ പോലത്തെ. ആ ഒരു കോളർ വെച്ച് കൊടുക്കുക. അതിലേക്കാണ് നമ്മുടെ ഈ ഐഡിൽ ഗിയർ വരുന്നത്.
അതിനുശേഷം അതിന് മുകൾ ഭാഗത്തായിട്ടൊരു വാഷർ ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ഒരു സർക്ലിപ്പ് ലോക്ക് ഉണ്ട്. ആ സർക്ലിപ്പ് ലോക്ക് ഉപയോഗിച്ചത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ലോക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ലോക്ക് പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അല്ല, ലോക്ക് മാത്രം തനിയെ തിരിയുന്നുണ്ട്. അപ്പോൾ ആ ലോക്ക് കറക്റ്റായി പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമുക്കിനി ചെയ്യേണ്ടത് കിക്കർ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് കിക്കർ ഷാഫ്റ്റ്. അതിന് ബാക്ക് ഭാഗത്ത് ചെറിയൊരു വാഷർ ഉണ്ടാവും. അപ്പോൾ കിക്കർ ഷാഫ്റ്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കിക്കർ ഷാഫ്റ്റ് കറക്റ്റായിട്ട് പെട്ടു. അതിനുശേഷം ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഈ ഒരു ലെഗ് ഈ ഒരു ഹോളിലേക്കായിട്ട് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യണം. അത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്തു. ജസ്റ്റ് കിക്കർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കിക്കർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടത് കറക്റ്റായി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമുക്കിനി ചെയ്യാനുള്ളത് നമ്മൾ ഗിയർ ഷാഫ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗിയർ ഷാഫ്റ്റ്. അപ്പോൾ ഗിയർ ഷാഫ്റ്റിലും ഒരു വാഷർ ഉണ്ടാവും. അത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഗിയർ ഷാഫ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിനി ഓയിൽ പമ്പാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഏത് എൻജിൻ പണി എടുക്കുന്ന സമയത്തും നിർബന്ധമായും അതിൻ്റെ ഓയിൽ പമ്പ് കൂടെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് ഓയിൽ പമ്പ് അഴിച്ചെടുക്കാം. 10-ന്റെ ബോൾട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓയിൽ പമ്പ്. ഓയിൽ പമ്പിൻ്റെ വില എന്ന് പറയുന്നത് 306 രൂപയാണ്. കറക്റ്റ് പൊസിഷനിൽ ഓയിൽ പമ്പ് വെച്ച് കൊടുക്കുക. അതായത് ഈ ഒരു സ്ക്രൂ വരുന്നത് ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ്, അതായത് ഈ ഫ്രീ ആയിരിക്കുന്ന ഭാഗത്തോട്ടായിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 10-ന്റെ ബോൾട്ടും പ്രോപ്പറായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ക്രാങ്കിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ലോക്ക് കീ വരുന്നുണ്ട്. ആ കീ വെച്ച് കൊടുക്കുക. അതിലേക്കൊരു ബാലൻസർ പ്ലേറ്റ് വരും. ആ ബാലൻസർ പ്ലേറ്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അത് 2 സൈഡ് ഉണ്ടാവും. ഒന്ന് പുറത്തോട്ട് തള്ളി നിൽക്കുന്നൊരു ഭാഗം ഉണ്ടാവും, അതുപോലെ ഉള്ളിലോട്ട് നിൽക്കുന്നൊരു ഭാഗം ഉണ്ടാവും. ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഉൾഭാഗത്തോട്ടാക്കി ഇടേണ്ടത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ചെറിയൊരു കട്ട് കാണാൻ സാധിക്കും. ഈ കട്ട് ഈ ഒരു കീൻ്റെ ഉള്ളിലോട്ട് ആകുന്ന രീതിയിലായിരിക്കണം നമ്മളത് ഫിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിലൊരു പ്രൈമറി വീലും കൂടെ വരും. ആ പ്രൈമറി വീലും കൂടെ വെച്ച് കൊടുക്കുക. അടുത്ത് നമുക്ക് ഇതിൻ്റെ ക്ലച്ച് ബെല്ലും ക്ലച്ച് പ്ലേറ്റുമാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ബെല്ല് സെറ്റ് ചെയ്യുന്ന മുമ്പ് അതിലേക്കൊരു വാഷർ വരും, ഒരു കോളർ. ആ കോളർ വെച്ച് കൊടുക്കുക. ക്ലച്ച് ബെല്ല് ബുഷ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ലെയ്ത്തിൽ നിന്ന്. ഈ 4 റിവറ്റ് അടിച്ച് അതിനുള്ളിൽ 4 റബ്ബർ ബുഷ് ഉണ്ടാവും. ആ റബ്ബർ ബുഷ് പോകുന്ന സമയത്താണ് ക്ലച്ച് ഇങ്ങനെ ഈ ഒരു ഗിയർ ഷെയ്ക്ക് ആവുന്നത്. ആ ഷെയ്ക്കിങ് വന്ന വണ്ടിയുടെ പിക്കപ്പ് കുറയുകയും അതുപോലെ തന്നെ എൻജിൻ നോയ്സ് ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ക്രാങ്ക് പോയ പോലത്തെ സൗണ്ടാണ് ഈ ക്ലച്ച് ബെല്ല് പോയാൽ വരിക. ഈ ക്ലച്ച് ബെല്ല് അടിക്കുന്നതിന് മുമ്പ് തന്നെ ക്ലച്ചിൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ ഭാഗത്ത് ചെറിയൊരു അടയാളം ഉണ്ടാവും, പക്ഷേ സ്റ്റെപ്പ് വീണിട്ടുണ്ടോ നോക്കുക. സ്റ്റെപ്പ് വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്ലച്ച് ബെല്ല് പുതിയത് മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ക്ലച്ച് ബെല്ല് കറക്റ്റായി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലച്ച് ബെല്ല് കറക്റ്റായി ഇറങ്ങി. അതിനുശേഷം അതിലൊരു വാഷർ കൂടെ ഉണ്ടാവും. ആ വാഷർ വെച്ച് കൊടുക്കുക. വാഷർ സെറ്റ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ക്ലച്ച് പ്ലേറ്റ് ആണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സെൻട്രൽ ക്ലച്ചിനൊന്നും പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ സെൻട്രൽ ക്ലച്ചൊന്നും മാറുന്നില്ല. അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് മാത്രം നമ്മൾ പുതിയത് ഇടാൻ പോവാണ്. ഞാൻ യൂണിക്കോണിൻ്റെ ക്ലച്ച് പ്ലേറ്റ് മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ തനിയെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയണ്ടായിരുന്നു. ഞാൻ കൂടുതലും ഹീറോയുടെ ക്ലച്ച് പ്ലേറ്റ് ആണ് യൂണിക്കോൺ യൂസ് ചെയ്യുക എന്ന്. ഇപ്പോൾ ഇത് ഹീറോയുടെയാണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 1455 രൂപയാണ്. അതുപോലെ തന്നെ സ്റ്റീൽ പ്ലേറ്റ് യൂണിക്കോണിൻ്റെ തന്നെയാണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 180 രൂപയാണ്. അത് കറക്റ്റായി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ക്ലച്ച് പ്ലേറ്റ് ഇടുമ്പോഴും ശ്രദ്ധിക്കണം. അതായത് 2 പ്ലേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഏറ്റവും പുറകിലത്തെയും അതുപോലെ തന്നെ ഏറ്റവും ഫ്രണ്ടിലെയും 2 പ്ലേറ്റ് കുറച്ച് ഹാർഡായ പ്ലേറ്റ് ആയിരിക്കും. അതിൻ്റെ ആ മെറ്റീരിയൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു 3 പ്ലേറ്റ് കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഈ 3 പ്ലേറ്റ് ഉള്ളിൽ വരുന്ന പോലെയും ഈ ഒരു ഹാർഡ് മെറ്റീരിയൽ ഉള്ളത്
അല്ലെങ്കിൽ ഹാർഡ് സർഫസ് ഉള്ള ഈ ഒരു പ്ലേറ്റ് ഏറ്റവും ഫ്രണ്ടിലും അതുപോലെ തന്നെ ഏറ്റവും പുറകിലായിട്ട് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് ഓയിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ക്ലച്ച് പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സോഫ്റ്റ് സർഫസ് ഉള്ള പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്ലച്ച് അസംബ്ലി എഞ്ചിനിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സെൻട്രൽ ക്ലച്ച് കയറ്റാൻ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ബോൾട്ട് ക്ലച്ചിൻ്റെ തന്നെ 2 ബോൾട്ട് കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് 2-3 ത്രെഡ് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു 4 പ്ലേറ്റ് കറക്റ്റായിട്ട് ഈ ഒരു ഹോളിലൂടെ ഇറക്കി കൊടുക്കുകയും അവസാനത്തെ ആ ഒരു പ്ലേറ്റ് മാത്രം ഈ ഒരു സ്റ്റെപ്പ് കാണുന്ന ഭാഗത്തോട്ട് ഇറക്കി കൊടുക്കുകയും വേണം. അപ്പോൾ കറക്റ്റായിട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് കറക്റ്റായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ ഭാഗത്തോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ക്ലച്ചിൻ്റെ ആ 4 പ്ലേറ്റുകൾ കറക്റ്റായിട്ട് ഒരു പൊസിഷനിലൂടെയും ഒരു പ്ലേറ്റ് മാത്രം ഈ മേൽഭാഗത്തും കൂടെ നിൽക്കുന്നുണ്ട്. ആ രീതിയിലായിരിക്കും നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഒരു വാഷർ വരും. ഈ ഒരു ബോൾട്ട് അഴിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു വാഷർ വെച്ച് കൊടുക്കുക. അതിൽ 19ൻ്റെ നെറ്റാണ് വരുന്നത്. ആ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സെൻട്രൽ ക്ലച്ചിൻ്റെ ഈ ലെഗുകളൊന്ന് ഇളക്കി നോക്കുക. അത് കൃത്യമായിട്ട് കണ്ടോ ഇതുപോലെ ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഇട്ടത് കറക്റ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ക്ലച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്രീ ആയിട്ടായിരിക്കും ഈ ക്ലച്ച് ഉണ്ടാവുക. കാരണം നമ്മുടെ ഈ ഒരു എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ ഗിയർ ബോക്സിലേക്ക് കൊടുക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് ഈ ക്ലച്ച് പ്ലേറ്റ് ഫ്രീ ആയിരിക്കും. അതായത് പവർ പുറത്തോട്ട് പോവില്ല, ഗിയർ ബോക്സിലേക്ക് പോവില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഫ്രീ ആണ്. അതിനുശേഷം ഇതിൻ്റെ 4 സ്പ്രിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തെ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. 10ൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രിങ്ങുകൾ കറക്റ്റ് മട്ടത്തിലായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഈ ഒരു പ്ലേറ്റിൻ്റെ പുറത്തോട്ടായിട്ട് ഇതുപോലെ സ്പ്രിങ് ഒക്കെ വന്ന് നിന്ന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലേറ്റ് പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ ക്ലച്ച് നമ്മൾ പിടിക്കുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് പ്രോപ്പറായി വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബോൾട്ട് കറക്റ്റായി ടൈറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഭാഗത്ത് ഒരു ബെയറിംഗ് വരും ക്ലച്ചിൻ്റെ. ആ ബെയറിംഗ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. റോട്ടർ കൃത്യമായി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റോട്ടർ വെച്ച് കൊടുക്കുക. അതൊരു ചെറിയൊരു വാഷറും കൂടെ ഒരു ബെൻഡ് വാഷർ വരും. ആ വാഷറും അതുപോലെ തന്നെ കട്ട് നെറ്റാണ് വരുന്നത്. ആ കട്ട് നെറ്റും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം റോട്ടറിൻ്റെ കപ്പ് വെച്ച് അതിൻ്റെ 3 സ്ക്രൂ വരും സ്റ്റാറിൻ്റെ. ആ സ്ക്രൂ ഉപയോഗിച്ച് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലച്ചിൻ്റെ ഏകദേശം എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓയിൽ പമ്പിൻ്റെ വീലും കൂടെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ബെല്ലിലും അതുപോലെ തന്നെ പ്രൈമറി ഗിയറിലും വരുന്നത് പോലെ ആയിരിക്കണം നമ്മൾ പമ്പിൻ്റെ വീല് സെറ്റ് ചെയ്യേണ്ടത്. പമ്പിനെ ഡ്രൈവ് ചെയ്യുന്നത് ഈ പ്രൈമറി വീലാണ്, ബെല്ലിലേക്ക് വരുന്ന പ്രൈമറി വീലാണ്. നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിതിന് പാക്കിംഗ് വെച്ച് ക്ലച്ച് കവർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആ പാക്കിംഗ് വെക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ 2 സ്റ്റഡി പിന്ന് ഈ ക്ലച്ചിൻ്റെ ഈ കേസിൽ വരും. അപ്പോൾ ഒരു സ്റ്റഡി പിന്ന് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഹോൾ കാണാൻ സാധിക്കും. ആ ഭാഗത്ത് നമ്മൾ ഒരു സ്റ്റഡി പിന്നും കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ക്ലച്ച് പാക്കിംഗ് വെച്ച് കൊടുക്കണം. ഇവിടെ ഒരു സ്ക്രീൻ ഫിൽറ്ററും കൂടെ വരും. അപ്പോൾ ആ സ്ക്രീൻ ഫിൽറ്റർ വെച്ച് കൊടുക്കുക. ഇനി ക്ലച്ച് പാക്കിംഗ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്ലച്ച് കവർ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്ലച്ച് കവർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്ലഞ്ചർ വരും ക്ലച്ചിൻ്റെ. ആ പ്ലഞ്ചർ ഇട്ട് കൊടുക്കുക. ഇനി ക്ലച്ച് കവർ ഫുള്ളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ക്ലച്ചിൻ്റെ മുഴുവൻ ബോൾട്ട് ഇട്ട് ഫുള്ളായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പിസ്റ്റൺ ആണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ പിസ്റ്റൺ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ 2 സ്റ്റഡിൽ 2 സ്റ്റഡി പിന്ന് വരും. ആ 2 സ്റ്റഡി പിന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സിലിണ്ടർ പാക്കിംഗ് വെച്ച് കൊടുക്കണം. പാക്കിങ്ങിൽ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് അത് സീറ്റിംഗ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിനി പിസ്റ്റൺ ഫിറ്റ് ചെയ്ത് കൊടുക്കണം.
നമ്മൾ പുതിയ സിലിണ്ടർ കിറ്റാണ് വാങ്ങിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇതൊരു 3 പ്രാവശ്യം നമ്മൾ ബോർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ ഈ വണ്ടി ഓടിയതാണ്. അപ്പോൾ 3 പ്രാവശ്യം ബോർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സിലിണ്ടർ കിറ്റ് പുതിയത് വാങ്ങിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ സിലിണ്ടർ കിറ്റിന്റെ വില എന്ന് പറയുന്നത് 3685 രൂപയാണ് ഇതിന്റെ ഒറിജിനൽ സിലിണ്ടർ കിറ്റിന്റെ വില. അതിനോട് തന്നെ പിസ്റ്റണും വരുന്നുണ്ട്. അപ്പോൾ പിസ്റ്റന്റെ റിങ്സുകൾ കറക്റ്റായിട്ട് ഇടണം. കാരണം നമുക്ക് ബോർ ചെയ്ത് കിട്ടുമ്പോഴൊക്കെ സാധാരണ അതിൽ റിങ്സ് ഒക്കെ ഇട്ടിട്ടാണ് അവർ തരാറുള്ളത്. അപ്പോൾ ഇതിലൊക്കെ റിങ്സ് സെപ്പറേറ്റ് വരും. അപ്പോൾ ഈ പിസ്റ്റൺ റിങ്സുകൾ എങ്ങനെ കൃത്യമായിട്ട് ഇടണം എന്ന് ഞാൻ നേരത്തെ ഇതിനു വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി പിസ്റ്റൺ ഫിറ്റ് ചെയ്യണം. പിസ്റ്റൺ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ പിസ്റ്റൺ ലോക്ക് ഒരു ഭാഗത്ത് ലോക്ക് ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ ഈ ക്രാങ്കിലേക്ക് പിസ്റ്റൺ പിന്ന് വെച്ച് രണ്ടാമത്തെ ലോക്ക് ഇട്ട് ഫിറ്റ് ചെയ്യണം. ഈ സിലിണ്ടർ കിറ്റിന്റെ കൂടെ തന്നെ അതിന്റെ ലോക്ക്, അതുപോലെ തന്നെ പിസ്റ്റൺ പിന്ന്, ആ സിലിണ്ടറിന്റെ 2 സ്റ്റഡി പിന്ന്, അതുപോലെ തന്നെ സൈലൻസർ ഗ്യാസ്കറ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡുവൽ പിന്നിന്റെ ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ഇതിൽ തന്നെ പഴയ 2 ഡുവൽ പിൻ ഉണ്ട്, അല്ലെങ്കിൽ 2 സ്റ്റഡി പിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ പിസ്റ്റൺ ലോക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ലോക്ക് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം പിസ്റ്റൺ നമ്മൾ ഈ കണക്റ്റിംഗ് റോഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. യൂണിക്കോൺ പോലത്തെ വണ്ടികൾക്കൊക്കെ ഇൻ എഴുതിയിട്ടുണ്ടാവും. ഇൻ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ്, അതായത് നമ്മുടെ കാർബറേറ്റർ സൈഡിലേക്കായിരിക്കണം ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പാർട്ട് നമ്പർ എഴുതിയ ഭാഗം നമ്മുടെ എക്സോസ്റ്റ് ഭാഗത്തേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണക്റ്റിംഗ് റോഡിലേക്ക് പിസ്റ്റൺ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ പിസ്റ്റൺ പിന്നിട്ട് കൊടുക്കുക. പിസ്റ്റൺ പിന്നിട്ടു. അതിനുശേഷം അതിന് രണ്ടാമത്തെ ലോക്കും കൂടെ കറക്റ്റായി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഈ ലോക്ക് നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായിട്ട് ഈ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കുറച്ച് വേസ്റ്റ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. കാരണം ലോക്ക് പോയാൽ നമുക്ക് പുറത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അല്ല ലോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ നമ്മൾ ഫുള്ളായിട്ട് വീണ്ടും അഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ഇപ്പോൾ 2 ലോക്കും കറക്റ്റായി ഫിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിനി സിലിണ്ടർ വെച്ച് കൊടുക്കണം. ഇതാണ് നമ്മുടെ പുതിയ സിലിണ്ടർ. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. അതിനുശേഷം പിസ്റ്റൺ സ്റ്റോപ്പർ വെച്ച് കൊടുക്കുക. കാരണം സിലിണ്ടർ കറക്റ്റായിട്ട് റിങ്സ് ഒന്നും ഡാമേജ് ആക്കാതെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം സിലിണ്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വന്നു. അതിനുശേഷം പിസ്റ്റൺ സ്റ്റോപ്പർ അഴിച്ചെടുക്കുക. നമ്മൾ സിലിണ്ടർ ഫുള്ളായിട്ട് ഉള്ളിലോട്ട് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ സിലിണ്ടർ നമ്മൾ ഫിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിനി ടൈമിംഗ് ചെയിനും അതുപോലെ തന്നെ ടൈമിംഗ് പാഡും സെറ്റ് ചെയ്ത് കൊടുക്കണം. പുതിയ ടൈമിംഗ് പാഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ടൈമിംഗ് പാഡിന്റെ വില എന്ന് പറയുന്നത് 108 രൂപയാണ്. ടെൻഷനറിന്റെ ഭാഗത്ത് വരുന്ന ടൈമിംഗ് പാഡാണ്. ടൈമിംഗ് ചെയിനിന്റെ വില എന്ന് പറയുന്നത് 356 രൂപയാണ്. ടൈമിംഗ് ചെയിൻ കറക്റ്റായിട്ട് ക്രാങ്കിന്റെ ആ ഒരു ടൈമിംഗ് ചെയിൻ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു വീലിലേക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം ഈ ഒരു 10ന്റെ ബോൾട്ട് ജസ്റ്റ് നമ്മൾ വെറുതെ വെച്ചിട്ടുള്ളൂ. ആ ഒരു ബോൾട്ട് അഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബോൾട്ടും അഴിച്ചു കൊടുക്കുക. ഇവിടെയാണ് നമ്മുടെ ടൈമിംഗ് സ്റ്റോപ്പർ വരുന്നത്. ഇനി നമുക്ക് ടൈമിംഗ് ചെയിൻ തിരിച്ച് പിസ്റ്റൺ ടോപ്പിലേക്ക് കൊണ്ടുവരണം. പിസ്റ്റൺ ഏറ്റവും ടോപ്പിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഈ 2 ഭാഗത്ത് ഓരോ സ്റ്റഡി പിൻ കൂടെ വരും. ആ 2 സ്റ്റഡി പിൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഹെഡ് പാക്കിംഗ് കൂടെ വെച്ച് കൊടുക്കണം. ഇതാണ് ഹെഡ് പാക്കിങ്. അത് മെറ്റൽ പാക്കിംഗ് ആണ് വരുന്നത്. കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഹെഡ് പാക്കിംഗ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടാമത്തെ ടൈമിംഗ് പാഡും കൂടെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ടൈമിംഗ് പാഡിൻ്റെ വില എന്ന് പറയുന്നത് 26 രൂപയാണ്. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇത് ഈ ഭാഗത്തൊന്ന് ലോക്ക് ആവണം. നിങ്ങൾക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ അതിനായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ഈ ടൈമിംഗ് ചെയിൻ്റെ സൈഡിലായിട്ട്. ഉണ്ടോ, സിലിണ്ടറിലൂടെ ചെറിയൊരു കട്ട് ഉണ്ടാവും. ഈ കട്ടിലേക്ക് ഈ ഒരു ലെഗ് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ആ ഒരു ലോക്ക്, ആ ഒരു ടൈമിംഗ് ലോക്കിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ എൻഡ് ഭാഗം വരുന്ന രീതി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഹെഡ് പാക്കിംഗ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഹെഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലെയ്റ്റിൽ നിന്ന് ഹെഡ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡ് കറക്റ്റായി വെച്ച് കൊടുക്കുക. അതിൻ്റെ വാൾവ്, 2 വാൾവ്, അതുപോലെ തന്നെ ഇതിൻ്റെ വാൾവ് ഗൈഡും കൂടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 വാൾവും അതുപോലെ തന്നെ വാൾവ് ഗൈഡും മാറ്റിയിട്ടുണ്ട്. ഒരു ഹെഡ് അഴിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും വാൾവ് ഗൈഡ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാൾവ് ഗൈഡ് ആ ഒരു ഗൈഡ് ചേഞ്ച് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഗൈഡ് ചേഞ്ച് ചെയ്താലും അത് അത്രയും നല്ലത് തന്നെയാണ്. കാരണം ഗൈഡ് കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് ആ ഒരു വാൾവ് സൗണ്ട് പോലെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മൾ വാൾവ് സൗണ്ട് ആണെന്ന് വിചാരിച്ച് നമ്മൾ വാൾവ് കുറേ ടൈറ്റ് ചെയ്യും. എന്നിരുന്നാലും ആ ഗൈഡ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ സൗണ്ട് കൃത്യമായി നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഗൈഡ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വാൾവും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹെഡ് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹെഡിൻ്റെ ഈ 2 ഹോളിൽ 2 10-ൻ്റെ ബോൾട്ട് ഉണ്ടാവും. ആ 2 10-ൻ്റെ ബോൾട്ട് ഇട്ട് ഹെഡ് ടൈറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് റോക്കർ ആമും ക്യാം ഷാഫ്റ്റും ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ്. ഇതാണ് നമ്മുടെ ക്യാം ഷാഫ്റ്റ് ഇരിക്കുന്ന പൊസിഷൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വണ്ടി ഏകദേശം 2 ലക്ഷം കിലോമീറ്ററിന് അടുത്തായി എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ക്യാം ഷാഫ്റ്റും ചേഞ്ച് ചെയ്യാണ്. 2 റോക്കർ ആമും നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ സ്റ്റോപ്പർ ഒരു 10-ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോപ്പർ അഴിച്ചെടുക്കുക. അതിനുശേഷം ക്യാം ഷാഫ്റ്റ് പുറത്തോട്ട് എടുക്കുക. ഇനി നമുക്കിതിൻ്റെ 2 റോക്കർ ആമും ചേഞ്ച് ചെയ്യണം. അപ്പോൾ റോക്കർ ആമിന് 2 8-ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ 2 8-ൻ്റെ ബോൾട്ടുകൾ അഴിച്ചെടുക്കുക. പുറത്തോട്ട് നിന്ന് തള്ളിക്കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഊരി വരും. കണ്ടോ, ഒരു റോക്കർ ആം അഴിഞ്ഞു വന്നു. അതിനുശേഷം നമ്മൾ പുതിയ റോക്കർ ആം അതിലോട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റോക്കർ ആമിൻ്റെ വില എന്ന് പറയുന്നത് 733 രൂപയാണ് യൂണിക്കോണിൻ്റെ റോക്കർ ആമിൻ്റെ വില. ഇപ്പോൾ 2 റോക്കർ ആം സെയിം തന്നെയാണ്. അത് നമുക്ക് ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും ഇടാം. അതിനുശേഷം റോക്കർ ആമിൻ്റെ സെപ്പറേറ്റ് ആയിരിക്കും അതിൻ്റെ വാൾവ് ടാപ്പറ്റിംഗ് അഡ്ജസ്റ്റിങ്ങിൻ്റെ സ്ക്രൂവും അതുപോലെ തന്നെ അതിൻ്റെ ഞെട്ടും. അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ റോക്കർ ആം ഇതിലോട്ട് ഫിറ്റ് ചെയ്യുക. ഒരു പിന്നുള്ളിലോട്ട് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ റോക്കർ ആമും പുറത്തോട്ട് തള്ളി പുറത്തോട്ട് എടുക്കുക. അപ്പോൾ 2 പിന്നും ഉള്ളിലേക്ക് തള്ളി നമ്മൾ 2 റോക്കർ ആം സെറ്റ് ചെയ്തു. അതിനുശേഷം 2 ഞെട്ടിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ ജസ്റ്റ് ഒരു മൈനസ് പോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പൊസിഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ആ ഒരു ബോൾട്ട് ഇടേണ്ട പൊസിഷൻ കറക്റ്റ് ചെയ്തു. അതിനുശേഷം ആ ഒരു 8-ൻ്റെ ബോൾട്ട് ഇട്ട് അതൊന്ന് ടൈറ്റ് ചെയ്യുക. ഈ 2 ബോൾട്ടും ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി പുതിയ ക്യാം ഷാഫ്റ്റ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. ഏകദേശം 950 രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. ക്യാം ഷാഫ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സ്റ്റോപ്പർ ഇട്ട് 10-ൻ്റെ ബോൾട്ട് ഇട്ട് അത് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഹെഡിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇവിടെ 2 ചെറിയൊരു പിൻ ഉണ്ടാവും. കണ്ടോ, ഈ മേൽഭാഗത്ത് കാണുന്ന പോലെ 2 ചെറിയ പിൻ ഉണ്ടാവും. ആ പിന്ന് കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ഷെയ്ക്ക് കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് കയറിയിരുന്നു. അതിനുശേഷം അതിൻ്റെ 12-ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ചെറിയൊരു വാഷറും കൂടെ ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം.
നമ്മൾ ഹെഡിൻ്റെ ഭാഗം മുഴുവനായി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് മാഗ്നറ്റ് കറക്റ്റായി ഫിറ്റ് ചെയ്ത് നമുക്ക് ടൈമിംഗ് വെച്ച് ടൈമിംഗ് വീല് ഫിറ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ എഞ്ചിൻ പണി മുഴുവൻ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വൺ വേ ക്ലച്ചും അതുപോലെ തന്നെ മാഗ്നറ്റുമാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വൺ വേ ക്ലച്ചിൻ്റെ നീഡിൽ ബെയറിംഗ് നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നീഡിൽ ബെയറിംഗ് ഒക്കെ ബെയറിങ്ങുകളെല്ലാം സെപ്പറേറ്റ് പുതിയത് വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ നോയ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു നീഡിൽ ബെയറിങ്ങിൻ്റെ വില, വൺ വേ ക്ലച്ചിൻ്റെ നീഡിൽ ബെയറിങ്ങിൻ്റെ വില എന്ന് പറയുന്നത് 117 രൂപയാണ്. ജസ്റ്റ് ഒന്ന് ഓയിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മാഗ്നറ്റിലേക്ക് വെച്ച് കൊടുക്കുക. മാഗ്നറ്റും വൺ വേ ക്ലച്ചും അതിൻ്റെ വീലും ഒക്കെ കൂടെ ഒരുമിച്ച് ഫിറ്റ് ചെയ്യുക. അതാണ് കുറച്ചും കൂടി എളുപ്പം. ഇവിടെ കാണും ഒരു മാഗ്നറ്റ് കീ ഉണ്ടാവും. ആ കീയിലേക്ക് ഈ മാഗ്നറ്റിൻ്റെ ചെറിയൊരു കട്ട് കാണാൻ സാധിക്കും. ഈ കട്ട് ആ കീയിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് അത് പെട്ടു. അതിനുശേഷം അതിന് മുകളിലായിട്ട് ചെറിയൊരു വാഷർ ഉണ്ടാവും. ആ വാഷർ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൽ 19ൻ്റെ ഞെട്ട് കൂടെ ഉണ്ടാവും. ആ ഞെട്ടിട്ടത് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മാഗ്നറ്റ് നമ്മൾ ഫുള്ളായി ടൈറ്റ് ചെയ്തു. അതിനുശേഷം സെൽഫിൻ്റെ വീല് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പിന്നിട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചെറിയൊരു ബുഷ് കൂടെ ഉണ്ടാവും. ആ ബുഷ് വെച്ച് കൊടുക്കുക. മാഗ്നറ്റ് പാക്കിംഗ് വെച്ച് കൊടുക്കുക. 2 സ്റ്റഡി പിന്ന് വരുമ്പോൾ ഈ ഭാഗത്തും ഈ ഭാഗത്തുമായിട്ട് ആ 2 സ്റ്റഡി പിന്ന് കറക്റ്റായി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാഗ്നറ്റ് പാക്കിംഗ് വെച്ച് കൊടുക്കുക. പാക്കിങ്ങിൽ കുറച്ച് ഗ്രീസ് ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രീസ് ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർ കമൻറ്റായി ചോദിക്കുന്നുണ്ട് എന്തിനാ ഗ്രീസ് ആക്കണം, ഗ്രീസ് ആക്കിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ. ഗ്രീസ് ആക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് കറക്റ്റ് സീറ്റിംഗ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്രീസ് ആക്കുന്നത്. അതായത് നമ്മൾ മാഗ്നറ്റ് കവർ ഫിറ്റ് ചെയ്യുമ്പോൾ പാക്കിംഗ് ഒന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഭാഗത്തേക്കൊക്കെ ഓയിൽ വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ പൊസിഷൻ ഒന്ന് മാറിക്കഴിഞ്ഞു പറഞ്ഞാൽ ആ ഭാഗത്തൊരു ഓയിൽ ലീക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഗ്രീസ് ആക്കി വെക്കുന്നത്. അതിനുശേഷം പാക്കിംഗ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ടൈമിംഗ് വീലാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ടൈമിംഗ് വെക്കുക. നമ്മൾ പിസ്റ്റൺ ടോപ്പിൽ തന്നെയാണ് വെച്ചിരുന്നത്. പക്ഷെ നമ്മൾ മാഗ്നറ്റ് ടൈറ്റ് ചെയ്ത സമയത്തൊക്കെ ചിലപ്പോൾ ആ ഒരു പൊസിഷൻ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തോട് നോക്കിയാൽ ടി മാർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ മാഗ്നറ്റ് ഒന്ന് തിരിച്ച് ടി മാർക്ക് കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ ടി മാർക്ക് ആ ഒരു പൊസിഷനിൽ കറക്റ്റായി വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടീയും അതിന് തൊട്ടുപുറത്തുള്ള വരയും, ആ വരയാണ് നമ്മൾ ഈ മാഗ്നറ്റ് കവറിൻ്റെ ഈ കാണുന്ന ആ ഒരു വരയോട് മാച്ചായി നിൽക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ചായി നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടൈമിംഗ് വീല് സെറ്റ് ചെയ്യണം. ടൈമിംഗ് ചെയ്യാനൊക്കെ ഇത് കസ്റ്റമർ കുറച്ച് മുമ്പ് ചേഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ടൈമിംഗ് ചെയിൻ നമ്മൾ എൻജിൻ എടുക്കുമ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്തു. അപ്പോൾ ടൈമിംഗ് വീല് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ടൈമിംഗ് വീല് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡോട്ട് എല്ലാവരും ചിലവരൊക്കെ ഈ ഡോട്ടൊക്കെ മേൽഭാഗത്തോട്ടാക്കി സെറ്റ് ചെയ്യണത് കാണാൻ സാധിക്കും. അങ്ങനെയല്ല, ഈ ഡോട്ട് വലതുവശത്തേക്ക് താഴ്ഭാഗത്തോട്ടായിട്ടാണ് ഇത് വരേണ്ടത്. അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ടൈമിംഗ് വീല് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൈമിംഗ് വീല് കറക്റ്റായി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്തും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുണ്ടോ, കറക്റ്റായി ഫിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ മേൽഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ ടൈമിംഗ് വീല് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 വര ഈ ഒരു ഹെഡിൻ്റെ ഈ ഒരു പൊസിഷനോട് മട്ടത്തിൽ നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നേർരേഖയിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം അത് ക്യാം ഷാഫ്റ്റിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ടൈമിംഗ് വീല് ക്യാം ഷാഫ്റ്റിലേക്ക് വെച്ചു. അതിനുശേഷം ഈ 2 8ൻ്റെ ബോൾട്ടും ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ടെൻഷനറും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ടെൻഷനറിൻ്റെ വില എന്ന് പറയുന്നത് 351 രൂപയാണ്. അപ്പോൾ ടെൻഷനർ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ടെൻഷനറിൻ്റെ പാക്കിംഗ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ടെൻഷനർ വെച്ച് അതിൻ്റെ 2 8ൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടെൻഷനർ കറക്റ്റായി ലോഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഈ ഒരു സ്റ്റോപ്പർ എടുത്താൽ തന്നെ ടെൻഷനർ ലോഡാവും. നിങ്ങൾ ജസ്റ്റ് ഈ ടൈമിംഗ് വീലിലേക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ടോ, ടൈമിംഗ് വീല് അനങ്ങുന്നതേ ഇല്ല. അപ്പോൾ ടെൻഷനർ കറക്റ്റായി ലോഡായി. ഇനി നമുക്കിതിൻ്റെ വാൾവ് ടൈറ്റ് ചെയ്യണം. വാൾവ് ടൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ 2 വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഷൈൻ്റെയും അതുപോലെ തന്നെ
ഒരു ആക്റ്റീവിൻ്റെയും അതേ രീതിയിൽ തന്നെയാണ് ഈ വാൾവ് ടൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അളവ് എന്ന് പറയുന്നത് ഇൻലെറ്റ് 0.08 mm അതുപോലെ തന്നെ എക്സോസ്റ്റ് 0.10 mm ആയിട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും എൻജിൻ പണി എടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലൂസാക്കി ടൈറ്റ് ചെയ്യുക. അതായത് ഇൻലെറ്റ് 0.08 ആണെങ്കിൽ അതൊരു 0.10 അല്ലെങ്കിൽ 12 അങ്ങനെ കുറച്ച് കൂടുതലാക്കി ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു 1-2 മണിക്കൂർ വണ്ടി ഓടിച്ചതിന് ശേഷം അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള വാൾവ് ടൈറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് വാൾവ് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഓറിങ് ചേഞ്ച് ചെയ്യണം. ഇതിൽ കൂടെയാണ് ഓയിൽ പമ്പിങ് ചെയ്യുന്നത്. മേൽഭാഗത്തോട്ട്, അതായത് ഈ ഒരു ക്യാം ഷാഫ്റ്റ് റോക്ക് റാമിന്റെ ഭാഗത്തോട്ട് ഓയിൽ പമ്പ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം വഴിയാണ്. അപ്പോൾ ഇതേ ഒരു ഓയിൽ ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓറിങ് ഉണ്ടാവും. അപ്പോൾ ഓറിങ് നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്യുക. അത് നമ്മുടെ ഹെഡ് ഗ്യാസ്കറ്റ് കിറ്റ് അല്ലെങ്കിൽ ഹെഡിന്റെ ബീഡിങ് കിറ്റിൽ തന്നെ ആ ഒരു ഓറിങ് വരുന്നുണ്ട്. ആ ഒരു ഓറിങ് കറക്റ്റായി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഹെഡ് കവറാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഹെഡ് കവർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഭാഗത്തൊരു പച്ച ഓറിങ് വരും. അതായത് പൊല്യൂഷൻ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ സായ് വാൾവിലേക്കാണ് ഈ ഒരു ഭാഗം പോകുന്നത്. ഈ ഒരു ഭാഗത്ത് എയർ ലീക്ക് ആവാതിരിക്കാൻ ഇവിടെ ഒരു പച്ച കളർ ഓറിങ് ഉണ്ടാവും. ആ ഓറിങ് ചേഞ്ച് ചെയ്യുക. ആ ഹെഡ് ബീഡിങ് സെറ്റിനോട് കൂടെ വരുന്നുണ്ട്. ഈ ഒരു ഓറിങ് കംപ്ലൈന്റ് ആയാൽ അല്ലെങ്കിൽ ഈ ഒരു ഓറിങ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈലൻസർ പൊട്ടിയ പോലെ അല്ലെങ്കിൽ സൈലൻസർ ലീക്കായ പോലെയുള്ള ഒരു നോയ്സ് ഇവിടെ നിന്ന് കേൾക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഹെഡ് ബീഡിങ് വെച്ച് കൊടുക്കുക. നമുക്കിതിന്റെ ഹെഡ് കവർ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന്റെ 2 10-ന്റെ ബോൾട്ട് ഇട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ മേൽഭാഗത്തെ 2 ബോൾട്ടിലും 2 ഓയിൽ സീൽ വരുന്നുണ്ട്. അത് നമ്മുടെ ഹെഡ് ബീഡിങ് കിറ്റിനോടുകൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ 2 ഓയിൽ സീലും കൂടെ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്ക് വരും. ഇനി നമുക്കിതിലേക്ക് പുതിയ പ്ലഗ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിന്റെ ഓയിൽ സീലുകൾ കൂടെയാണ് ഫിറ്റ് ചെയ്യാനുള്ളൂ. ഓയിൽ സീൽ കിറ്റിന്റെ വില എന്ന് പറയുന്നത് 56 രൂപയാണ്. ഇനി നമുക്ക് ഗിയർ ഷാഫ്റ്റിന്റെയും അതുപോലെ തന്നെ സ്പ്രോക്കറ്റ് ഷാഫ്റ്റിന്റെ ഓയിൽ സീലും കൂടെ വെച്ച് കൊടുക്കണം. കൗണ്ടർ ഷാഫ്റ്റിന്റെ ഓയിൽ സീൽ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ ഗ്ലാമറിന്റെ എൻജിൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, കാരണം ഇവിടെ ഓയിൽ സീൽ ഇടുന്ന സമയത്ത് ഇവിടെ ചെറിയ ചെറിയ കട്ടുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് സ്പ്രോക്കറ്റ് കറക്റ്റായി കയറി നിൽക്കാനുള്ള ഒരു സ്പേസ് ഇട്ടത് കൊണ്ട് തന്നെ ഓയിൽ സീൽ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടേപ്പ് അടിച്ചു കൊടുക്കുക. ആ ഭാഗത്ത് ആ ഒരു കട്ടുള്ള ഭാഗത്ത് ആ സ്റ്റെപ്പുള്ള ഭാഗത്തുനിന്ന് ടേപ്പ് അടിച്ചു വിടുക. ഒരു ലെയർ മാത്രം അടിച്ചാൽ മതി. ഒരുപാട് കനമായാലും നമുക്ക് ഓയിൽ സീൽ കറക്റ്റായി ഇറങ്ങില്ല. അതിനുശേഷം നമുക്ക് ഓയിൽ സീൽ വെച്ച് കൊടുക്കുക. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഡാമേജ് ഒന്നും കൂടാതെ ഓയിൽ സീൽ ഉള്ളിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഈ കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ഭാഗത്തൂടെ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഓയിൽ ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ ചെയിൻ വരുന്നത് കൊണ്ട് തന്നെ ചെയിനിൽ നമ്മൾ ഓയിലിടും. അപ്പോൾ ആ 2 ഓയിലും കൂടെ മിക്സ് ആയിട്ട് നമ്മൾ ഇതിലൂടെ പുറത്ത് വരുന്ന സമയത്ത് അത് എൻജിനിൽ നിന്ന് വരുന്ന ഓയിലാണോ അതോ നമ്മൾ ചെയിനിലിട്ട ഓയിലാണോ എന്ന് നമുക്ക് കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിൽ സീലൊക്കെ കറക്റ്റായിട്ട് ഇട്ടാൽ മാത്രമേ ഇവിടെയുള്ള ഓയിൽ ലീക്ക് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ടേപ്പ് ഊരിയെടുക്കുക. അപ്പോൾ നമ്മൾ എഞ്ചിൻ മുഴുവനായും വണ്ടിയിലോട്ട് കയറ്റി, അതുപോലെ തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തു, സൈലൻസർ എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു, എഞ്ചിൻ ഓയിൽ ഒഴിച്ചു. ഇനി നമുക്കിതിന്റെ ന്യൂട്രൽ സ്വിച്ചും കൂടിയാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ന്യൂട്രൽ സ്വിച്ച് ഇവിടെ ആയിട്ടാണ് ന്യൂട്രൽ സ്വിച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു പിൻ ഉണ്ടാവും. ആ പിന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ചെറിയൊരു വേറൊരു പിന്നും കൂടെ ഉണ്ടാവും. ഇതാണ് ആ ന്യൂട്രലിൻ്റെ ആ ഒരു പൊസിഷനിൽ വന്നാൽ നമ്മുടെ ആ ഒരു സിഗ്നൽ കാണിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ സിഗ്നൽ കറക്റ്റാക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ന്യൂട്രൽ സ്വിച്ച് വെച്ച് കൊടുക്കാം.
ന്യൂട്രൽ സ്വിച്ച് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂട്രൽ സ്വിച്ചിന്റെ ഉള്ളിൽ ചെറിയൊരു ഓറിംഗ് ഉണ്ടാവും. ഈ ഓറിംഗ് കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഈ ഭാഗത്തുനിന്ന് ഓയിൽ ലീക്ക് വരും. അതിനുശേഷം അതിന്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന്റെ സോക്കറ്റ് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓയിൽ പമ്പിങ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്ത് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ ഓയിൽ പമ്പിംഗ് ഒക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഓയിൽ പമ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ വാൾവ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ലൂസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ നോയ്സ് വരുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം വണ്ടി സ്റ്റാർട്ട് ചെയ്തിടണം. സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം വാൾവൊക്കെ കൃത്യമായി ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി വിടാനായിട്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ യൂണിക്കോണിന്റെ എൻജിൻ ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പാർട്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നിർബന്ധമായും ഒറിജിനൽ പാർട്സുകൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ബെയറിങ്ങുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ബെയറിങ്ങുകളും അതിൻ്റെ നമ്പറും അതിൻ്റെ വിലയൊക്കെ. അപ്പോൾ ആ ബെയറിങ്ങുകളിൽ നമുക്ക് ക്വാളിറ്റി കൂടിയ ബെയറിങ്ങുകളൊക്കെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ SKF അതുപോലെ തന്നെ NRBയുടെ ഒക്കെ ഇതിലും ക്വാളിറ്റി കൂടിയ ബെയറിങ്ങുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ബെയറിങ്ങുകളൊക്കെ യൂസ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജെനുവിൻ പാർട്സുകൾ ഉപയോഗിക്കുന്നതും ഏറ്റവും നല്ലത് തന്നെ. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഓയിൽ പമ്പുകൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻജിൻ പണിയെടുക്കുന്ന സമയത്ത് എപ്പോഴും മുഴുവനായിട്ടും എൻജിൻ പണി എടുക്കാൻ ശ്രമിക്കുക. ഹാഫ് എൻജിൻ പണി എടുക്കുന്നത് കൊണ്ട് നമുക്കത് ദോഷമേ ചെയ്യുള്ളൂ. ഞാൻ എപ്പോഴും അത് കുറേ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഹാഫ് എൻജിൻ പണി എടുക്കുന്ന സമയത്ത് നമ്മൾ പിസ്റ്റണും അതുപോലെ തന്നെ അതിൻ്റെ ഹെഡും മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ കണക്റ്റിംഗ് റോഡിന് ചെറിയൊരു ഡാമേജ് പോലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ എൻജിൻ പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് വരാനും അതുപോലെ തന്നെ വീണ്ടും മുഴുവനായിട്ടും എൻജിൻ പണി എടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പെടുത്ത ഒരു 4000 അല്ലെങ്കിൽ ഒരു 5000 രൂപ കൊടുത്തെടുത്ത ആ ഒരു ഹാഫ് എൻജിൻ പണി നമ്മൾക്ക് വെറുതെ നഷ്ടമായിട്ട് വരികയും ചെയ്യും. ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.